അങ്ങനെ കോഴിക്കോട് 4ാമത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പൂളിൽ നിന്നൊക്കെ കയറി ഫ്രഷായി ഇതേ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇവിടെ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് കേട്ടോ ഫുഡും കാര്യങ്ങളും. നമ്മൾ ഫ്രൈഡ് റൈസ്, പിന്നെ ഒരു ചിക്കൻ 65, പിന്നെ ഒരു ഫിഷ് കറിയാണ് കേട്ടോ പറഞ്ഞത്. ഫിഷ് മോളിയാണ് പറഞ്ഞത്. ഇത് നമ്മൾ കോഴിക്കോട് നിന്ന് തന്നെ എടുത്ത ഒരു ഡ്രസ്സാണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിരുന്നു ഇടാനായിട്ട്. പ്യുവർ കോട്ടനുമാണ്. ഇതിൻ്റെ ഹാൻഡിൽ വരുന്ന ഈ ഒരു സംഭവമാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഷോളില്ല, പാൻറ്റും ടോപ്പും മാത്രം. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നന്നായിട്ടൊന്ന് കിടന്നുറങ്ങിയിട്ടാ. എന്നിട്ട് വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു റിസോർട്ടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവിടുത്തെ ഒരു വ്യൂവും അതേപോലെ ഒരുപാട് ഫ്രൂട്ട്സ് മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. റംബൂട്ടാനും മാംഗോസ്റ്റീനും എല്ലാം അവൈലബിൾ ആണ്. പോകുന്ന സമയത്ത് ഓർഡർ കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതാണ്. ഭയങ്കര കാറ്റാണ് കേട്ടോ ഈ ഒരു സമയത്ത്. അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് പുറത്ത് റിലാക്സ് ചെയ്ത് നിൽക്കുമ്പോഴാണ് താഴേക്കുള്ള ഒരു സ്പേസ് കണ്ടത് കേട്ടോ. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ തന്നെയാണ് കേട്ടോ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ കയറിയതാണ് കേട്ടോ. ചായയും പഴംപൊരിയൊക്കെ ആയിരുന്നു. അങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെയും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. കുറേ നേരം കാറ്റൊക്കെ കൊണ്ട് പുറത്ത് നിന്നു. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് വന്നിട്ടാ. ഹാസിമ ആവശ്യത്തിനും അനാവശ്യത്തിനും ഫോണൊക്കെ വിളിച്ച് ഓർഡർ കൊടുക്കുന്നുണ്ട്. വെള്ളം വേണം, ചായ വേണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഭാഗ്യത്തിന് നമ്പർ തെറ്റായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോയി. ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ അത്യാവശ്യം ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ പാഴ്സൽ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. കൂടെ 2 പൊറോട്ടയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഡിന്നർ സെറ്റാവും. അങ്ങനെ സിനിമ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി TV വെച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ മണിച്ചിത്രത്താഴ്. ഈ ഒരു സിനിമ എത്ര കണ്ടാലും മതിയാവില്ലല്ലോ. അങ്ങനെ മൂവിയൊക്കെ വെച്ച് സിനിമയൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. നാളെ കാണാം. സ്വപ്നവും ആനന്ദ ബാഷ്പവും